ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. കാർ ഇറക്കുമതി തീരുവ ഒഴിവാക്കണമെന്ന് US. ഇന്ത്യയിലെ കമ്പനികളുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. കാർ ഇറക്കുമതി തീരുവ ഇന്ത്യ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് US ആഗ്രഹിക്കുന്നതായി റിപ്പോർട്ട്. ടെസ്ല ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് USന്റെ താൽപര്യം പുറത്തു വന്നത്. നികുതി പൂർണ്ണമായും ഒഴിവാക്കുന്നത് ഇന്ത്യ പരിഗണിച്ചിട്ടില്ലെന്നാണ് വിവരം. ഇറക്കുമതി തീരുവ പൂർണ്ണമായി ഒഴിവാക്കുന്ന നടപടി രാജ്യം സ്വീകരിച്ചാൽ USനേക്കാൾ അത് ഗുണം ചെയ്യുക ചൈനയ്ക്കായിരിക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ബെയ്ജിംഗിന് ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിക്കുന്നതിന് തത്വത്തിൽ വിയോജിപ്പുകളില്ല. BYD പോലുള്ള ചൈനീസ് ബ്രാൻഡുകൾക്ക് നികുതി വെട്ടിക്കുറയ്ക്കൽ അനുകൂലമാകുകയും ചെയ്യും. ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകളുടെ നികുതി 110% വരെ ഉയർന്നതാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന നികുതി നിരക്കുകളിൽ ഒന്നാണിതെന്ന് ടെസ്ല മേധാവി എലോൺ മസ്ക് വിമർശിച്ചു. ഇക്കാരണങ്ങളാൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ കാർ വിപണിയിൽ രണ്ടാം തവണയും പ്രവേശിക്കാനുള്ള പദ്ധതികൾ കഴിഞ്ഞ വർഷം ടെസ്ല ഉപേക്ഷിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജർമ്മൻ ലോജിസ്റ്റിക് കമ്പനിയായ DHL ഈ വർഷം 8000 ജീവനക്കാരെ പിരിച്ചുവിടുന്നുവെന്ന് റിപ്പോർട്ട്. വാർഷിക പ്രവർത്തന ലാഭത്തിൽ കമ്പനി 7.2% ഇടിവ് നേരിട്ടിരുന്നു. ജീവനക്കാരെ പിരിച്ചുവിടുന്നത് വഴി $108 കോടി ലാഭിക്കാൻ കഴിയുമെന്നാണ് കമ്പനിയുടെ കണക്കുകൂട്ടൽ. മൊത്തം തൊഴിൽ ശേഷിയുടെ 1%-ലധികം പേരെയാണ് പുതിയ തീരുമാനം ബാധിക്കുക. പോസ്റ്റ് ആൻഡ് പാഴ്സൽ ജർമ്മനി ഡിവിഷനിലാണ് ഇത് നടപ്പിലാക്കുക. കമ്പനിയുടെ വളർച്ച മെച്ചപ്പെടുത്താൻ ഉതകുന്ന പ്ലാൻ പ്രകാരമാണ് നടപടി. നിർബന്ധിത പിരിച്ചുവിടലുകൾക്ക് പകരം ജീവനക്കാരെ ഘട്ടം ഘട്ടമായി കുറച്ച് ഇത് നടപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് CEO ടോബിയോസ് മേയർ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള 220-ലധികം രാജ്യങ്ങളിലായി ഏകദേശം 6,02,000 ആളുകളാണ് കമ്പനിയുടെ കീഴിൽ ജോലി ചെയ്യുന്നത്. പോസ്റ്റ് ആൻഡ് പാഴ്സൽ ജർമ്മനി യൂണിറ്റിൽ 1,90,000 ജീവനക്കാരുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ അൾട്രാ വയലറ്റിന്റെ ആദ്യ EV സ്കൂട്ടർ വിപണിയിലേക്ക്. ഒറ്റ ചാർജിൽ 261 കിലോമീറ്റർ യാത്ര ചെയ്യാമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. TVS മോട്ടോറും സോഹോ കോർപ്പറേഷനും നിക്ഷേപകരായ അൾട്രാ വയലറ്റ് വിപണി സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനായി അടുത്ത 3 വർഷത്തിനുള്ളിൽ ദീർഘദൂര ക്രൂയിസർ ബൈക്കുകൾ ഉൾപ്പെടെ 10 പുതിയ ഉൽപ്പന്നങ്ങളാണ് പുറത്തിറക്കാൻ ലക്ഷ്യമിടുന്നത്. ടെസ്റാക്ടിന് പുറമെ ഷോക്ക് വേവ് എന്ന പേരിൽ പുതിയ ഇലക്ട്രിക് ബൈക്കും കമ്പനി പുറത്തിറക്കി. ടെസ്റാക്ടിന്റെ ആദ്യ 10,000 വാഹനങ്ങൾ 1,20,000 രൂപയ്ക്ക് ലഭിക്കും. പിന്നീട് ഇത് 1,45,000 രൂപയ്ക്കാണ് വിൽക്കുക. ഷോക്ക് വേവിന് ആദ്യത്തെ 1000 യൂണിറ്റുകൾക്ക് 1,43,000 രൂപയാണ് പ്രാരംഭ വില. 2 ഉൽപ്പന്നങ്ങൾക്കുമുള്ള ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത വർഷം ആദ്യപാദത്തിൽ ഡെലിവറികൾ ആരംഭിക്കും. നിലവിലുള്ള പെർഫോമൻസ് ബൈക്കുകളുടെ F സീരീസിന് കീഴിൽ ഒരു പുതിയ ബൈക്കും ഷോക്ക് വേവ് എന്നതിനോടൊപ്പം L സീരീസിന് കീഴിൽ 2 ലൈറ്റ് വെയ്റ്റ് ബൈക്കുകൾ കൂടിയും പുറത്തിറക്കാൻ ലക്ഷ്യമിടുന്നതായി കമ്പനി അറിയിച്ചു. X സീരീസിന് കീഴിൽ 3 മോഡലുകളും B സീരീസിന് കീഴിൽ 2 ഉൽപ്പന്നങ്ങളും കൂടി കൊണ്ടുവരാനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.